നമസ്തേ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ദാൽ കറി തയ്യാറാക്കിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഏകദേശം ഒരു 100 ഗ്രാമോളം മഞ്ഞൾപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ്. പിന്നെ ഒരു 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇടത്തരം വലിപ്പമുള്ള 2 സവാളയാണ്, അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 2-3 പച്ചമുളക് കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. എൻ്റെ മല്ലിയില ഇവിടെ വാടിപ്പോയി, നിങ്ങൾ നല്ല ഫ്രഷായ മല്ലിയില എടുക്കുക. പിന്നെ ഇഞ്ചിന് വെളുത്തുള്ളിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഒരു ഇച്ചിരി. പിന്നെ അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യാണ്. ഞാൻ ഏകദേശം 2 സ്പൂണോളം നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽ മുളകൊന്ന് ക്രഷ് ചെയ്ത് വെച്ചത്, അതും ഏകദേശം 1 സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയിലെ അത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച സവാള ഇതിലിടുന്ന വീഡിയോ ഞാൻ കാണിച്ചില്ല. അങ്ങനെ നമ്മൾ തക്കാളിയും സവാളയും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പ് വേവിക്കണം. ഞാൻ കുക്കറിൽ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, വേവാൻ ആവശ്യമായ വെള്ളം. ഇനി നന്നായിട്ടിത് വേവട്ടെ. ഏകദേശം നമ്മളെ പരിപ്പ് വെന്തിട്ട് ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായിട്ട് ചൂടാവട്ടെ. നമുക്കിനി ഇതിലേക്ക് അല്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പശു നെയ്യില്ലേ, അത് ചേർത്ത് കൊടുക്കുക. നെയ്യ് നല്ലവണ്ണം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചൂടായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് നന്നായി പൊട്ടട്ടെ. ഓക്കെ, നമ്മൾ കടുക് പൊട്ടി. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂപ്പിക്കുക. അതിൻ്റെ പച്ച മണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ നെയ്യിൽ കിടന്നിട്ട് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയുടെയും സവാളയുടെയും പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ഇതിന് വേണ്ട സാധനങ്ങൾ കാണിക്കും, മഞ്ഞൾപ്പൊടി കാണിച്ചിട്ടില്ല അല്ലേ? സോറി, മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ പരിപ്പ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളീ പരിപ്പ് മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല തിക്ക് ഗ്രേവിയാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, നമുക്ക് ആവശ്യമുള്ള ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ, എനിക്ക് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് വെച്ചിട്ട് ഒരുപാട് വെള്ളം ചേർക്കരുത്. ഈ പരിപ്പ് പെട്ടെന്ന് കൊഴുത്ത് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ല ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ മല്ലിയില, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മല്ലിയിലയുടെയും നെയ്യിൻ്റെയും ഫ്ലേവർ എടുത്ത് കാണിക്കണം. പിന്നെ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മല്ലിയില എൻ്റെ അടുക്ക് ഇത്രയേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാനിത് ചേർത്തത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ മല്ലിയില ചേർത്താൽ നല്ലതായിരിക്കും.
നമ്മളെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞ് നല്ല അടിപൊളി ദാൽ കറിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. സിമ്പിളാണ്. വേറെ മസാലാസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കേ.